പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മംഗളവാർത്തക്കാലം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മനുഷ്യാവതാരം വഴി രക്ഷാവാഗ്ദാനം പൂർത്തിയാക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായിൽ ഞങ്ങളെ അങ്ങുമായി മിതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തകാലത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവിന്നവദാനങ്ങൾ പിൻപുതുഗാനത്താൽ വാഴ്ത്തിപ്പാടി നമിക്കട്ടെ. വാർത്തലമെല്ലാം ഉടയവനേ, വാണരുളിടുന്നു പാരിൽ മുഴുവനും ആനന്ദം. മോദമൊടാത്തു വിളിച്ചിടാം, സ്തുതിഗീതങ്ങൾ പാടിയിടാം. അരുവികളും ആഴിയും അതിലെ ജീവികളും ഊഴിയും അതിലെ നിവാസികളും സ്വരമുച്ചത്തിലുയർത്തട്ടെ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
Ashinges dagayais idevas kakasal madbahak Maria lahumara kolla modenin awlakiso misiha sabahinen adattu nehmanad pagara vatu parvakatavad navasasan Shuhalawa Puravaravalu Ruhal Kudushavi Alam Valam Malalam Amin Amin Kumara Kulla Maudinin Aulakisho Mishiha Shabhinin Adattu Nagmanad Magarai Vatu Parukatavad Navashasan നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. Arim kalhon ushambah koleyama la la Kandisha Alaha Kandisha Haisana Kandisha Ramayusa Esrah Ali Uvalava ulavaravar uvalatu disha kandisha alaha kandisha aisaram kandisha ramayusa esraham Alam 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 Amin Amin Kandisha Alaha Kandisha Haisana Kandisha Ramayusa Esrah Ali നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ
മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ തൻ്റെ വിശുദ്ധമായ പ്രബോധനത്തെ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് നിന്റെ കൃപാതിരേകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ട് അവ കേൾക്കുന്നില്ല. യൂദന്മാർ അവനോട് ചോദിച്ചു, നീ ഒരു ശമരായനാണെന്നും നിനക്ക് പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ഈശോ പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അതന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവനുണ്ട്.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല. യൂദന്മാർ അവനോട് പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രാഹവും പ്രവാചകരും മരണമടഞ്ഞു, എങ്കിലും എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരണം ആസ്വദിക്കുകയില്ല എന്ന് നീ പറയുന്നു. മരിച്ചുപോയ ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തെക്കാളും മരിച്ചുപോയ പ്രവാചകരെക്കാളും വലിയവനാണോ നീ? നീ ആരാണെന്നാണ് നിന്റെ ഭാവം? യേശു മറുപടി പറഞ്ഞു, ഞാൻ സ്വയം മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വം ഒന്നുമല്ല. ഞങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല, ഞാൻ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹാം എൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു. അയാളത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യൂദന്മാർ അവനോട് പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടെന്നോ? ഈശോ അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. സാധിക്കുമെങ്കിൽ നമുക്ക് ശാരീരികമായ കണ്ണുകൾ അടയ്ക്കാം. വചനം ശ്രവിച്ച് വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ പ്രകാശിതമായ നേത്രം, ഉൾക്കണ്ണ്, ഹൃദയത്തിൻ്റെ കണ്ണ് കൂടുതലായി ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന തിരുവചനങ്ങളിലുള്ള ദൈവിക രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് ഉൾക്കണ്ണ് പ്രകാശിതമാകണം. ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനായിട്ട്, സുവിശേഷ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായിട്ട്, എൻ്റെ അധരത്തിലൂടെ വചനം ഒഴുകാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൾ തുറക്കാം. യുക്കരിസ്റ്റ് എന്ന പദം യുക്കരിസ്തോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. യുക്കരിസ്റ്റോയുടെ അർത്ഥം ഐ ഗീവ് യു താങ്ക്സ് എന്നാണ്. നമ്മുടെ രൂപതയിലെ വിമൻസ് ഫോറം ഇന്നിവിടെ സമ്മേളിച്ച് യുക്കറിസ്റ്റിക് സെലിബ്രേഷൻ നടത്തുകയാണ്. താങ്ക്സ് ഗീവിംഗ് സെലിബ്രേഷൻ നടത്തുകയാണ്. കഴിഞ്ഞ വർഷം തൈബൂസ സെപ്റ്റംബർ മാസത്തിലായിരുന്നു. നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ഹിസ് ബെയാറ്റിറ്റ്യൂഡ് മാറാഫേൽ തട്ടിലായിരുന്നു നമുക്ക് വേണ്ടി കുർബാന അർപ്പിച്ചതും നമ്മോട് വചനവ്യാഖ്യാനം പറഞ്ഞതും. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ന് 2025 ഡിസംബർ 13 വരെയുള്ള ദിവസങ്ങളിൽ വിമൻസ് ഫോറത്തിലൂടെ കർത്താവ് ചെയ്ത
കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായിട്ട് വൈദികർക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രൂപതയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ. നമുക്കറിയാം, ശക്തി വചനമാണ്, ദൈവത്തിൻ്റെ ശക്തി. ആ ദൈവശക്തിയുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയാണ് നിങ്ങളെല്ലാവരും ശക്തരായി മാറിയത്. നമ്മുടെ ഓരോ ഇടവകയുടെയും മിഷൻ്റെയും പ്രപ്പോസ് മിഷൻ്റെയും കസ്റ്റോഡിയൻസായിട്ട് നിങ്ങളിൽ അനേകർ പ്രവർത്തിക്കുന്നു. പള്ളിയുടെ കമ്മിറ്റിക്കാരായിട്ട് പ്രവർത്തിക്കുന്നു. ഏകദേശം 15,000-ഓളം വരുന്ന കുട്ടികൾക്ക് ഈശോയെ നൽകുന്ന കാറ്റക്കേസിസ് മിനിസ്ട്രിയിൽ ഹെഡ് ടീച്ചേഴ്സായിട്ടും എല്ലാം നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള അപ്പോസ്ലേറ്റ്സിൽ, ഫോറംസിൽ നിങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസിൽ, അങ്ങനെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് നിങ്ങളിലൂടെ ഈ രൂപതയിൽ നടക്കുന്നത്. 2016 രൂപത സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിട്ട് രൂപപ്പെട്ടത് വിമൻസ് ഫോറമാണ്. അത് രൂപപ്പെടുത്തുവാനായിട്ട് ഒരു വർഷക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ മേരി ആൻ CMC ആണ്. നമുക്ക് പ്രത്യേകമായിട്ട് സിസ്റ്ററിനെ ഓർക്കാം. സിസ്റ്റർ പോയതിന് ശേഷമാണ് നമുക്ക് ഒരു ഡയറക്ടർ ഇല്ലാതെ കുറേ കാലം ഉണ്ടായിരുന്നത്. 2017 വിമൻസ് ഫോറം ഉണ്ടായതിൽ ഞാൻ കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ കൂട്ടായ്മകളെ ഈശോയോട് ചേർത്ത് നിർത്തുവാനായിട്ട്, സഭയോട് ചേർത്ത് നിർത്തുവാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ നമുക്ക് ഒന്ന് ചേർന്ന് നന്ദി പറയാം. അതുപോലെ തന്നെ സാവിയ ഫ്രണ്ട്സ്, മിഷൻ ലീഗ്, SMYM തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആളുകളുടെ വിശ്വാസ പരിശീലനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള രൂപത കൗൺസിലിനെ ഓർത്ത് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അരുണേച്ചനും അഞ്ചാനിക്കച്ചനും സ്റ്റജിൻ മാത്യുവും ടിങ്കിളിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും എല്ലാം കഴിഞ്ഞ 2 വർഷക്കാലം ചെയ്ത കാര്യങ്ങളുള്ള, പ്രത്യേകമായിട്ട് കഴിഞ്ഞ ദൈബോസായ്ക്ക് ശേഷം ചെയ്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതുപോലെ തന്നെ പുതിയ ഒരു ടീം എല്ലാ സ്ഥലങ്ങളിലും രൂപപ്പെട്ടു. ഇടവക മിഷൻ, പ്രപ്പോസ് മിഷൻ തലങ്ങളിൽ, റീജിയണൽ തലങ്ങളിൽ, അതുപോലെ തന്നെ രൂപത തലത്തിൽ മെർലിൻ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ അവർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ശുശ്രൂഷ ആരംഭിക്കും. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നന്ദി പറയാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെല്ലാവരും വന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ വിളിയോട് ഉത്തരം പറയുവാനായിട്ട്, യേശു പറയുവാനായിട്ട്, അങ്ങനെ യേശു പറഞ്ഞിട്ടും അവസാന നിമിഷം രോഗങ്ങളൊക്കെ മൂലം പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ രൂപതയിലെ എല്ലാ സ്ത്രീകളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ നടത്താം. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണമാണ്. കുർബാന
സുറിയാനി പദമാണ്. ഒരു വ്യക്തി തന്നെ സമർപ്പിക്കുന്നതാണ് കുർബാന. ഈശോ തന്നെ സമർപ്പിക്കുന്നതാണ് കുർബാന. ആ കുർബാനയോട് ചേർത്ത് തന്നെ സമർപ്പിക്കുന്ന ആളുകൾ, അവരാണ് കുർബാനയിൽ പങ്കുചേരുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഈശോയോട് ചേർത്ത് പിതാവിന് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ കേട്ട കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട്, പരിശുദ്ധ കന്യകാമറിയം സംഗ്രഹിച്ചതുപോലെ സംഗ്രഹിക്കാനായിട്ടും ഒരു പുതിയ ചൈതന്യത്തോടെ നമ്മുടെ രൂപതയിലെ എല്ലാ വിമൻസ് ഫോറം യൂണിറ്റുകളും റീജനുകളും രൂപതാ തലത്തിലുമെല്ലാം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ കുറച്ചും കൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ലയോ 14 പാപ്പ അടുത്ത കാലത്ത് പറഞ്ഞു, ലിറ്റർജി മേക്സ് പ്രസന്റ് ഗോഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ഇപ്പോൾ ഇവിടെ ത്രിത്വൈക ദൈവത്തെ സന്നിഹിതമാക്കുന്ന കാര്യമാണ് ലിറ്റർജി. കുർബാനയും മറ്റു കുദാശകളും യമപ്രാർത്ഥനകളും കുദാശ അനുകരണങ്ങളും, ഇതിലൂടെയെല്ലാം ദൈവം സന്നിഹിതനാകുന്നു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ലിറ്റർജി ഈസ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. ആരാധനക്രമം അത് മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. ശിരസ്സായ മിശിഹായും മിശിഹായോട് ചേർക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ശുശ്രൂഷയാണ് ആരാധനക്രമം എന്ന് എനിക്ക് അമ്മമാരായിട്ടുള്ള സഹോദരിമാരായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാനതിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 24 വയസ്സ് വരെ എനിക്ക് കുർബാന ഭയങ്കര ബോറിംഗ് ആയിരുന്നു. 24-ാമത്തെ വയസ്സിൽ തിരുവചനം കേൾക്കാനായിട്ടുള്ള ഒരവസരം എന്നെ നിർബന്ധിച്ച് വിട്ടതാണ് ഒരു യുവജന ധ്യാനത്തിന്. അവിടെ വച്ച് തിരുവചനം കേൾക്കുകയും പരിശുദ്ധ കന്യകാമറിയം എന്നെ സഹായിക്കുകയും ചെയ്തു. ഈശോയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിനായിട്ട് അങ്ങനെ വചനം കേട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, ധ്യാനത്തിൻ്റെ 3-ാം ദിവസം കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഒരു വലിയ വിഷൻ, ഒരു ദർശനമുണ്ടാവുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം, ആ പ്രകാശത്തിൽ ശിശുക്കൾ മാത്രം. ആ കുർബാനയോട് കൂടി എനിക്ക് കുർബാന വലിയ അനുഭവമായിട്ട് മാറുകയാണ്. ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മയും പ്രത്യേകിച്ചും എൻ്റെ ഫാദർ എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോയിരുന്നു. എൻ്റെ ടീനേജസ് പ്രായത്തിൽ, ടീനേജായിരിക്കുന്ന അവസരത്തിൽ ഞാൻ എങ്ങനെയെല്ലാം നടന്നിട്ടും എൻ്റെ അമ്മ എന്നെ ഒരിക്കലും തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇന്ന് നമ്മൾ കേട്ടു മെർലിനൊക്കെ പറയുന്ന അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ഉപവാസവും അപ്പൻ്റെ പ്രാർത്ഥനയും എന്നെല്ലാം. അപ്പോൾ അങ്ങനെ 24 വയസ്സ് വരെ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ആരും എന്നെ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും തടസ്സപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ മനസ്സാന്തരപ്പെടുത്തുകയാണ്. ഈ സിംബോസ്യത്തിൻ്റെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത അവസരത്തിൽ വന്ന ഒരു വിഷയമായിരുന്നു
ഈ വർഷം നവംബർ 4 ഡിക്കാസ്ട്രി ഫോർ ഫെയ്ത്ത് പബ്ലിഷ് ചെയ്തൊരു നോട്ടുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഒരു നോട്ട്. ആ നോട്ടിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് ആരെങ്കിലും സംസാരിക്കണം എന്നുള്ള ചർച്ച വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, കുർബാന മധ്യേ ആ കാര്യം ഞാൻ സംസാരിച്ചുകൊള്ളാം. ഞാൻ ഇന്നലെ രാത്രി ഒരിക്കൽ കൂടി ഈ ഡോക്യുമെൻ്റ് വായിക്കുകയായിരുന്നു. ഞാൻ വളരെ തുറന്ന് സംസാരിക്കുകയാണ്, എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. ഇന്നലെ 10:45 തുടങ്ങി 1:30 വരെ മുട്ടിന്മേൽ നിന്നാണ് ഞാൻ ഈ ഡിക്കാസ്ട്രി ഫോർ ഫെയ്ത്തിൻ്റെ മാത്തർ പോപ്പുളി ഫിദേലിസ് എന്ന ഡോക്യുമെൻ്റ് വായിച്ചത്. അതിൻ്റെ അർത്ഥം വിശ്വസ്തമായിട്ടുള്ള ദൈവജനത്തിൻ്റെ അമ്മ എന്നാണ് ആ ഡോക്യുമെൻ്റിൻ്റെ പേര്. വിശ്വസ്തരായിട്ടുള്ള ദൈവജനത്തിൻ്റെ അമ്മ. ആ ഡോക്യുമെൻ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അമ്മയെ പോലെ ആകണമെന്നുള്ളതാണ്. അമ്മയ്ക്ക് ഈശോയോടുള്ള അതേ ബന്ധം തന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് മറിയം ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ കാര്യത്തിൽ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് സഭ പഠിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കൂടെ നടന്ന് നമ്മുടെ കൈക്ക് പിടിച്ച് ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, നമ്മുടെ കുർബാനയിൽ വിശുദ്ധ തിരുരക്തം സ്വീകരിക്കുന്ന അവസരത്തിൽ കാർമ്മികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: സ്വർഗീയ മണവാള, നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് നിന്റെ അമൂല്യ രക്തത്തിൻ്റെ കാസ നീ സജ്ജമാക്കി അതിൽ നിന്ന് പാനം ചെയ്യുവാൻ പാപിയായ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോഴെല്ലാ മനുഷ്യരുടെയും മണവാളനാണ് ഈശോ. ആ മണവാളനോടുള്ള ഒന്നാകല് അത് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ട്. ആ ഒരു ബന്ധത്തിലേക്ക് എല്ലാവരെയും നയിക്കുന്നു, സഹായിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കുന്നു. മണവാളനായിട്ടുള്ള, നിത്യമണവാളനായിട്ടുള്ള, ഏക മണവാളനായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ഒന്നാകലിന് ആ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണം. ഞാൻ സാധാരണ ചെല്ലുന്ന ഒരു സുഗത ജപം: എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ പൂർണ്ണമായി ഈശോയുടേതാക്കി മാറ്റണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൗത്യം ഇതാണെന്ന് സഭ പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും ഈശോയുടേതാക്കി മാറ്റുക. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ പൂർണ്ണമായി ഈശോയുടേതാക്കി മാറ്റണമേ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിവിടെ പരിശുദ്ധ കന്യകാമറിയത്തെയും ഉണ്ണീശോയെയും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ആവിലായിലെ യോഹന്നാൻ, ഇന്ന് ശ്രീവായുടെ യോഹന്നാൻ്റെ, ആവിലായിലെ കുരിശിൻ്റെ യോഹന്നാൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ആ യോഹന്നാനല്ല, വേദപാരംഗതനായിട്ടുള്ള ആവിലായിലെ യോഹന്നാൻ പറയുകയാണ്. ഞാനത് ഇറ്റാലിയിലാണ് എപ്പോഴും ആവർത്തിക്കുന്നത്: ക്വാന്തോ വെദിയാമോ മദോന്ന കോൺ ബംബീനോ വെദിയാമോ തൂത്തോ. എപ്പോഴാണോ മറിയത്തെ ശിശുവിനോടൊപ്പം കാണുന്നത്, അപ്പോൾ എല്ലാം കാണുന്നുവെന്ന്. എപ്പോഴാണോ മറിയത്തെ
ശിശുവിനോടൊപ്പം കാണുന്നു. അപ്പോൾ എല്ലാം കാണുന്നു. സഭ 2025 നവംബർ 4 നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയത്തെ ഈശോയിൽ നിന്ന് വേർപെടുത്തിയുള്ള ഒരു വണക്കത്തിൻ്റെ ഒരു വ്യക്തിത്വമായിട്ട് കാണരുത് എന്ന്. ഈശോയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഒരു യാഥാർത്ഥ്യമായിട്ട് മറിയത്തെ കാണരുത്. മറിയം, അവള് മേരി ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. അതാണ് സഭയുടെ കാഴ്ചപ്പാട്. ഈശോയുമായിട്ടുള്ള ഒന്നാകരുത്. നമുക്കറിയാം, ശിരസായ മിശിഹ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും അംഗങ്ങളാണ്, നമ്മളെല്ലാവരും അവയവങ്ങളാണ്. വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരും മിശിഹായുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എന്നാൽ മറിയത്തെ സഭ എപ്പോഴും കണ്ടിരുന്നത് ഒരു കഴുത്തായിട്ടാണ്. ശിരസ്സും അവയവങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പങ്കുള്ളവളാണ് മറിയം. മറിയത്തിൻ്റെ ദൗത്യം നമുക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യം. അവൻ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ വഴി, വചനം വഴി, ഈശോ വഴി എല്ലാം സംവിധാനം ചെയ്യപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഈശോയ്ക്കൊരു ദൗത്യമുണ്ട്. ഈശോയുടെ ദൗത്യം പാപം മോചിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുർബാനയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം, പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അങ്ങനെ ഈ രക്ഷാകര പദ്ധതിയിൽ ഒരാൾക്കൊരു ദൗത്യം, ഈശോയുടെ ദൗത്യമാണ് പാപം മോചിക്കുക. അതുകൊണ്ട് തന്നെ ഒരേ ഒരു റെഡീമറേ ഉള്ളൂ, അത് ഈശോയാണ്. അതുകൊണ്ടാണ് സഭ ഈ 2025 നവംബർ 4 നമ്മെ പഠിപ്പിച്ചത് ഒരേ ഒരു വിമോചകൻ. ആ ഒരു ദൗത്യത്തിന്, ആ ഒരു സഭയുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന യാതൊരു ടൈറ്റിലും വേറെ ആർക്കും നൽകരുത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. കോ റെഡീമർ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പരിശുദ്ധ കന്യകാമറിയം സഹകരിച്ചതുപോലെ ഈശോയോട് സഹകരിച്ച വേറെ ആരുമില്ല. പരിശുദ്ധ അമ്മയുടെ ദൗത്യം, ഞാൻ പറഞ്ഞല്ലോ, ഈശോയുടെ ദൗത്യമാണ് പാപം മോചിക്കുക. അങ്ങനെ പാപം മോചിക്കപ്പെട്ടവളാണ് മറിയം. ഈശോയുടെ ബലിയിലൂടെ ജോവാക്കീമിൻ്റെയും അന്നയുടെയും മകളായ മറിയം അവൾ പാപരഹിതയാവുകയാണ്. അത് ഈശോയുടെ ബലിയിലൂടെയാണ്. അതുകൊണ്ടാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കോ റെഡീമർ എന്ന് മറിയത്തെ നിങ്ങൾ വിളിക്കരുത്. മറിയത്തെ വിളിക്കേണ്ടത് എന്താണ്? അമ്മയെന്നാണ്. ഈശോയുടെയും ഈശോയിൽ വിശ്വസിക്കുക വഴിയായിട്ട് ദൈവമക്കളായിത്തീരുന്ന എല്ലാവരുടെയും അമ്മയാണ് മറിയം. മറിയത്തെ അമ്മ എന്ന് വിളിക്കണം. വളരെ പ്രത്യേകമായിട്ട് കുരിശിൽ വെച്ച് ഈശോ മരിക്കുന്നതിന് മുമ്പായിട്ട് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട്, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്ത്രീ അത് മറിയമാണ്.
അവൾ ഈശോയുടെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. അവളെ എല്ലാവരുടെയും സഭയിലെ അംഗങ്ങളാകുന്ന എല്ലാവരുടെയും അമ്മയായി നൽകിയിരിക്കണം. മറിയത്തിൻ്റെ ദൗത്യം മാതൃത്വമാണ്. ഈശോയുടെ അമ്മയാണ്, അതുപോലെ തന്നെ തിരുസഭയുടെ അമ്മയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈശോയുടെ ജനനത്തിൽ, ഈശോയെ വളർത്തുന്നതിൽ, ഈശോയെ ബലിവസ്തുവാക്കി ശ്രീവായിലേക്ക് നയിക്കുന്നതിൽ, ശ്രീവായുടെ ചുവട്ടിൽ നിൽക്കുന്നതിൽ, ഈശോയുടെ ഉയർപ്പിൽ, ഈശോയുടെ സ്വർഗാരോഹണത്തിൽ, അതുപോലെ തന്നെ സഭയുടെ ആരംഭത്തിൽ പന്തക്കുസ്തായിൽ, അവിടെയെല്ലാം മറിയത്തിൻ്റെ ദൗത്യം അമ്മയുടെ ദൗത്യമാണ്. അതുപോലെ തന്നെ സഭയുടെ അമ്മയാണ്. ഈശോയെ വളർത്തിയതുപോലെ തന്നെയാണ് ഇന്ന് സഭയെയും പരിശുദ്ധ അമ്മയുടെ റോള് മാതൃത്വമാണ്. ദൈവത്തിൻ്റെ അമ്മ, തിരുസഭയുടെ അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവളാണ് ആദ്യം രക്ഷിക്കപ്പെട്ടവൾ, റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ആൻഡ് ട്രാൻസ്ഫോംഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് സഭ പറയുന്ന കാര്യമാണ്. ആദ്യം രക്ഷിക്കപ്പെട്ടവൾ മറിയമാണ്. അതുപോലെ തന്നെ ആ രക്ഷയിൽ ദൈവത്തിന് ഒരു മാധ്യസ്ഥവും ആവശ്യമില്ലായിരുന്നു. മറിയത്തെ രക്ഷിക്കുന്നതിൽ വേറെ ആരുടെയും മാധ്യസ്ഥം ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരെയും രക്ഷിക്കുന്നത് ദൈവമാണ്, ഏക രക്ഷകൻ. അതുപോലെ തന്നെ ഏക മധ്യസ്ഥൻ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായിട്ട് ഒരാളേ ഉള്ളൂ. only one mediator, മനുഷ്യനായ ഈശോ. അതുകൊണ്ട് തന്നെ കോ-മീഡിയാട്രിക്സ് എന്ന് മറിയത്തെ വിളിക്കരുത് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. എന്ന് കരുതിക്കൊണ്ട് അവൾക്കാണ് ഏറ്റവും അധികം മധ്യസ്ഥം അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവൾ മധ്യസ്ഥയല്ല എന്ന് സഭ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: കോ-റിഡീമർ ആൻഡ് കോ-മീഡിയാട്രിക്സ്, ഇല്ലെങ്കിൽ മീഡിയാട്രിക്സ് എന്ന് മറിയത്തെ വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറിയത്തിൻ്റെ ദൗത്യം അമ്മയുടെ ദൗത്യമാണ്. നമ്മളെല്ലാവരെയും ഫുൾ ഓഫ് ഗ്രേസിലേക്ക് നയിക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്, നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ചും നമ്മുടെ കുർബാന, നമ്മൾക്ക് തൈബൂസ എന്നാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേര്. തൈബൂസ മിശിഹായാണ്. വാട്ട് ക്രൈസ്റ്റ് ബൈ നേച്ചർ, വി ആർ ബൈ ഗ്രേസ്. മിശിഹ, നമ്മളിന്ന് കേട്ട സുവിശേഷം എല്ലാം ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിന് മുമ്പുണ്ട്, പിതാവിനായിട്ട് ഒന്നായിട്ടിരിക്കുന്ന പിതാവിൻ്റെ തന്നെ സത്തയായിട്ടുള്ള സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിൻ്റെ തന്നെ സത്ത. വാട്ട് ക്രൈസ്റ്റ് ഈസ് ബൈ നേച്ചർ, വി ആർ ബൈ ഗ്രേസ്, ബൈ തൈബൂസ. കൃപയിലൂടെ, മിശിഹായിലൂടെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായത്തിലൂടെ നമ്മളും ഈശോയുടെ അതേ അവസ്ഥയിലേക്ക്. ദ ഗ്ലോറി ഓഫ് മേരി ഈസ് ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യമാണ്. മറിയത്തിൻ്റെ മഹത്വം ഈശോയുടെ മഹത്വമാണ്. അല്ലാതെ മറിയത്തിന് തന്നെ ഒരു മഹത്വം ഇല്ല എന്നുള്ള കാര്യമാണ് സഭ പഠിപ്പിക്കുന്നത്. ലയോ 13 പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്: Virgin Mary is on the high summit of power and glory of heaven. Virgin Mary is on the high summit of power and glory of heaven. ഈ പവറും ഗ്ലോറിയൊക്കെ ഈശോയുടെ പവറും ഗ്ലോറിയുമാണ്, അതിൽ പങ്കുചേരുകയാണ്. മറിയം ആയിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഓരോ വിശ്വാസിക്കുമുള്ളത്. നമ്മുടെ കുർബാനയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, കുർബാന ഞാൻ വിമൻസ് ഫോറത്തിൻ്റെ മെമ്പേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ നിർണായകമായ ശുശ്രൂഷ ചെയ്യുന്നവരെന്ന നിലയിൽ
നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തതിനെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നല്ല ഉച്ചത്തിൽ സ്ഫുടമായി പ്രാർത്ഥന ചെല്ലുന്ന അൾത്താര ശുശ്രൂഷകരെ നിങ്ങൾ രൂപപ്പെടുത്തണം. ശംശാനമാർക്ക് പകരമാണ്, അവരില്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ശുശ്രൂഷ ചെയ്തത് നമ്മൾ ഓർക്കണം. അത്രമാത്രം പ്രധാനപ്പെട്ട സ്ഥാനം ശംശാനമാർക്ക് നമ്മുടെ കുർബാനയിലുണ്ട്. കുർബാന ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ, ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ, പിതാവിൻ്റെ തന്നെ സത്തയായിട്ടുള്ള സത്യദൈവത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസമാണ്. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാനായിട്ട് തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം, കുർബാന ചെയ്ത് തൊട്ടു മുമ്പായിട്ടുള്ള കാർമ്മികൻ്റെ ആശീർവാദം നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം തൈബൂസ ഈശോ മിശിഹ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പരിശുദ്ധ കന്യകാമറിയം ഫുൾ ഓഫ് ഗ്രേസ് ആയിരിക്കുന്ന പോലെ, ഫുൾ ഓഫ് തൈബൂസ ആയിരിക്കുന്നത് പോലെ ഓരോ കുർബാനയിലൂടെയും നമുക്ക് ഫുൾ ഓഫ് ഗ്രേസ് ആകാനുള്ള സാധ്യതയുണ്ട്. മറിയം ഫുൾ ഓഫ് ഗ്രേസ് ആയത് അവരുടെ വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയുമാണ്. നമുക്കും ഓരോ കുർബാനയിലൂടെയും ഓരോ യാമപ്രാർത്ഥനയിലൂടെയും ഓരോ ഉദാശയിലുള്ള പങ്കുചേരലിലൂടെയും ഫുൾ ഓഫ് ഗ്രേസ് ആകാൻ സാധിക്കട്ടെ, ഫുൾ ഓഫ് തൈബൂസ ആകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ കുർബാന അർപ്പിക്കപ്പെടുന്നത് എല്ലാ സൃഷ്ടികൾക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ കേൾക്കും, ഇന്ന് തേഡോറിൻ്റെ അനാഫ്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നുവെന്ന്. നമ്മൾ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഈശോയുടെ ആ ദൗത്യം അത് പൂർണ്ണതയിലാകാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ ദൗത്യം പൂർണ്ണതയിലാകാനായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം പൂർണ്ണതയിലാകാനായിട്ടെല്ലാം ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളടയ്ക്കാം. അകക്കണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ വചനത്തിൻ്റെ ദൈവീക രഹസ്യങ്ങൾ കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. വചനം ശ്രവിച്ച് വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അകക്കണ്ണ്, ദ ഐ ഓഫ് ദ ഹാർട്ട്. അത് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ലഭിക്കാനായിട്ടുള്ള വലിയ കരുണ പരിശുദ്ധ കന്യകാമറിയം നമ്മെ സഹായിക്കുമെന്നാണ് സഭ പറയുന്നത്. പരിശുദ്ധ കന്യകാമറിയം നമ്മളെ സഹായിക്കട്ടെ. ഫുൾ ഓഫ് ഗ്രേസ് ആയിട്ടുള്ള മറിയം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്ത്രീകളെയും, അതിലൂടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, വളരെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളെയും എല്ലാം മറിയം സഹായിക്കട്ടെ. മറിയത്തിന് ലഭിച്ച ആ ഔന്നത്യം അത് നമുക്കെല്ലാവർക്കും ലഭിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായി ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
രക്ഷകനായി നിന്നെ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും ആലയോ 14-ാമൻ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ പായൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഗ്രാൻഡ് മിഷൻ 2026 അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നോമ്പുകാല വാർഷിക ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന വചനപ്രഘോഷകരെയും എല്ലാ ശുശ്രൂഷകരെയും അങ്ങയുടെ റൂഹാദ കുദശായാൽ നിറയ്ക്കണമേ. എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ദൈവവചനം ശ്രവിച്ച് വിശദീകരിക്കപ്പെടാനും വചനത്തിൻ്റെ സാക്ഷികളാകുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ, തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ പ്രവിത്തിരുന്നാൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യാനും പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾക്ക് അയ്യപ്പനായ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യാദൃശ്യവുമായ സകല വിപത്തുകൾ അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാവർ യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹക്കാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മുകുടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികൾക്കുമുള്ള ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും തിരുവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ദൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ദൈവത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. മാർത്തേദോറിന്റെ കുദാശക്രമം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ബാർക്കുമാർ എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമേ. കർത്താവേ, സർവശക്തിന് നിത്യമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ശംശിക തൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു.
ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സുദൃഢവുമായ ദൈവരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ നിസ്സാരതയും ദൗർബല്യം അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ ദയാലും കവിഞ്ഞൊഴുകുന്ന കാരണത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപഗുണയോടെ നിറയ്ക്കണമേ. നിർമ്മല മനസ്സാക്ഷിയോടെ തിരുമുമ്പാകെ നിൽക്കാനും സജീവവും പരിശുദ്ധവും സ്വീകാര്യവും രക്തരഹിതവുമായ ബലിവഴി കൃപയും കാരുണ്യവും കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ട് എല്ലാവരോടും കൂടെ അങ്ങേക്കും ദീപസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ പാത്രിയർക്ക് കേസുമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപ്പോലീത്താമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും സീറോ മലബാർ സഭയിലെ ഐക്യത്തിനു വേണ്ടിയും നമ്മുടെ രൂപതയിലെ എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രോവേന്മാരും ശ്രാപ്പേന്മാരും പരിശുദ്ധൻ 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 എന്ന് നിരന്തരം പ്രകീർത്തിക്കുന്ന ഭയഭക്തിജനകവും മഹത്വപൂർണവുമായ ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ ഉയർത്തുവേൻ. മനുഷ്യവംശത്തിൻ്റെ ആദ്യ ഫലമായ മിശിഹായുടെ സജീവവും മാനുഷികവും രക്തരഹിതവും സ്വീകാര്യവുമായ കുർബാന സർവസൃഷ്ടികൾക്കും വേണ്ടി സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പിതാവിനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതന ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവെ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവേ
ബാറക്കുമാർ എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുത്തെ സ്വരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനും എന്നേക്ക് സുദർഹനമാകുന്നു. സത്യത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ശുമിശിഹായും പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവസ്വഭാവമുള്ളവനും സകലത്തിൻ്റെയും കാരണബോധനുമായ റുഹാദ കുദശിയും പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. തൻ്റെ കൃപയുടെ ദാനം സ്വീകരിക്കാൻ അർഹരാക്കപ്പെട്ട സകലരെയും അവിടുന്ന് സത്യത്തിൽ പൗത്രീകരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങ് ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു, സ്വാതന്ത്ര്യ ബുദ്ധിശക്തിയും നൽകി ബഹുമാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി. ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന ഞങ്ങൾ ശ്രദ്ധാലുവാകുന്നു. അങ്ങയുടെ മഹിനീയവും ഭയഭക്തിജനകവുമായ നാമത്തിന് മുമ്പിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വർഗീയയുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോട് കൂടെ അങ്ങയെ സ്തുതിക്കുകയും അവനീയമായ കൃപയെക്കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതന വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയെന്ന മനുഷ്യത്വം ധരിച്ച് മധ്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്കുമ്പോൾ തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹിനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് എൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും പരിശുദ്ധ ആദ്യജാതനുമാകുന്നു. സ്വരത്തിൻ്റെ പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നതിന് അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റുഹാ വഴി അവിടെ തന്നെ നിർമ്മലമായ ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ശ്രീവായുലത്തിൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സിംഹന്മാരുടെ കൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ അരുളി ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യയും എടുത്ത് കൃത്യസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം എളിയവരും ബലഹീന നിസ്സാരവുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനമോട് കൂടെ വിശുദ്ധനായ ദൈവമേ, പരിശുദ്ധ ദുരിക്കാസവും മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായതും പ്രതിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ, പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ എന്നിവർക്കും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും രോഗികൾ, ക്ലേശിതർ, ആകുലർ, പീഡിതർ, അഗതികൾ, ദുഃഖിതർ, മരണം മൂലം ഞങ്ങൾ നിവർപ്പെട്ടു പോയവർ എന്നിവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് എളിയവനും ബലഹീനനുമായി എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനും കൃപാധിക്ക് യോജിച്ച വിധം അങ്ങയുടെ ജനത്തോട് എളിവനായി എന്നോട് വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധങ്ങൾ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പൗരോദ്യോഗരാകട്ടെ. ആമേൻ. ബാറക്കുമാർ എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരകത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ
നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം നീക്ക ദേവകുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി തുടങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനായി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാൻ ഇടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗിതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മെത്രാർച്ചുമാർ അഭേൽ മെത്രാപ്പൊലിത്തായും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതർ അൽമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും കർത്താവിശംശിക പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തിയോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധന വളരെ ഇടയാക്കണമേ. പാപിയും അയോഗ്യനുമായി ഈ ദാസനെയും ഈ ബലി പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നതിയിൽ കൃപയും ദയയും കണ്ടെത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിനുള്ളിൽ അനുഗ്രഹിക്കണമേ. കർത്താവെ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്ത് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യവിധ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സ്വരത്തിൻ്റെ സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് അവർ അറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവജനവുമായ കർത്താവിശംശിക പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തവെന്നും അവിടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്ന് എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവെ, മധ്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും ഞങ്ങളുടെ പരേതരായ സഹോദരർ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുമ്പാകെ അവർക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാപൂർവ്വം മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങയുടെ പക്കൽ നിന്ന് കരുണയും പാപമോചനം ആവശ്യമില്ലാത്തവരുമായ ആരുമില്ല. അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിൽ അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും വിശുകാട് ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരുടെ ഒപ്പം സ്വർഗ്ഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവിശംശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാമിതം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനം ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെ വേഗത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വ ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യ പ്രത്യാശാപുറം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ പുരിതരാക്കണമേ. ബാർക്കുമാർ ബാർക്കുമാർ ബാർക്കുമാർ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും അനുസരിക്കുവാൻ ഞങ്ങളുടെ ധനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. നീ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വരാം, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ജനതകളെ തൻ്റെ കൃപയാൽ നിങ്ങളുടെ കടങ്ങൾ പുറത്ത കാരുണ്യത്തിന് നന്ദി പറയുവിൻ. മാലാകമാരാൽ സ്തുതിക്കപ്പെടുന്ന രഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ. വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. സാധാരണ ചെയ്യുന്നത് പോലെ വോളണ്ടിയേഴ്സ് കുടയുമായിട്ടുണ്ടാകും. അവൻ്റെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം അതാത് സ്ഥാനങ്ങളിൽ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പത്തൊൻപതോളം വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നുണ്ട്. നിങ്ങൾ സ്വസ്ഥമായിട്ട് പ്രാർത്ഥനാപൂർവം ഈശോയെ സ്വീകരിക്കുക.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായ നിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ല കളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് പ്രതീക്ഷയിൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതികാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്റെ വിശ്വസ്തരുടെയും കടകളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് യോഗ്യരാക്കി. മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കാനും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും തിരുമനസ്സായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മാനവരൂപമെടുത്തവനാം കർത്താവീശോ മിശിഹാതൻ നാമം പൂജിതമാകട്ടെ. ഈശോ മിശിഹായെ ആമോദത്തോടെതിരേൽക്കാൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ യോഗ്യതയെന്നും നേടട്ടെ. മിശിഹാതൻ തിരുവചനത്താൽ പാവനമാം നിണഗാത്രത്താൽ ഘോഷിതരായവരാം നിങ്ങൾ ദിവ്യമഹത്വം ചൂടട്ടെ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസനായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ
അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിലെ മഹനീയ മുദ്ര വസിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷയെയും ശുചീകരിക്കണമേ. വൈദികരുടെ രാജ്ഞ പരിശുദ്ധ കന്യകാമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം വൈദികർ അൾത്താര ശുശ്രൂഷകളും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. വീണ്ടും വൈദികരും പിതാവും നമ്മളെല്ലാവരും കൂടി ചേർന്ന് മറ്റൊരു ഫോട്ടോ കൂടി എടുക്കുന്നുണ്ട്. താഴെ വന്നതിന് ശേഷം പ്ലീസ്. കോട്ടയ്ക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് നല്ലതായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, സാധിക്കുന്ന പോലെ അടുത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. Destiny
എല്ലാവരും ഒന്ന് സ്പീഡപ്പ് ചെയ്ത് അടുത്തടുത്ത് നിന്നേ പ്ലീസ്. പ്ലീസ്. നമ്മൾ ഉടനെ പുതിയ ടീമിന് നിലവിലുള്ള ടീം ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. പുതിയ ടീം മെമ്പേഴ്സ് എല്ലാം പോകരുത്, എല്ലാവരും മുന്നോട്ട് വരിക. പുതിയ ടീം മെമ്പേഴ്സ് എല്ലാവരും മുന്നോട്ട് വരിക. പ്ലീസ് എപ്പാക്കിയൽ ന്യൂ ടീം പ്ലീസ് കം ഫോർവേഡ്. എല്ലാവരും മുന്നോട്ട് വന്ന് എപ്പാക്കിയൽ. നിങ്ങൾ ലൈൻ നിന്ന് പ്ലീസ്, ലൈൻ നിന്ന്. ഇനി എന്താ ഉള്ളത്? ഹലോ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ നിലവിലുള്ള ടീം പുതിയ ടീമിന് ഹാൻഡ് ഓവർ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരിക്കും അല്ലേ? നമ്മുടെ സന്തോഷ വാർത്ത ഫുഡിൻ്റെ സമയമായിരിക്കുകയാണ്. ഞാൻ പറയുന്നൊരു ക്രമീകരണം ഒന്ന് കേൾക്കുക. കഴിഞ്ഞ വർഷം ചിലരെ ആദ്യം വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യവും നിങ്ങളൊന്ന് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലൊന്ന് ഇരിക്കുക. എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലൊന്നിരുന്നേ. എന്നിട്ട് ലീഡ്സ് റീജിയനാണ് ആദ്യം സ്റ്റേജിൽ പ്രോഗ്രാം നടത്തേണ്ടത്. ലീഡ്സ് റീജിയൻകാർ ഒന്ന് എഴുന്നേക്കാവോ? നിങ്ങൾ ഇവിടെ പ്രോഗ്രാം നടത്തേണ്ടവർ, സ്റ്റേജിൽ പ്രോഗ്രാം നടത്തേണ്ടവർ പെട്ടെന്ന് പോയി ഫുഡ്. നമുക്ക് കറക്റ്റ് 2:30 പ്രോഗ്രാം തുടങ്ങണം. 2:30 പ്രോഗ്രാം തുടങ്ങേണ്ടതാണ്. ഒട്ടും താമസിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഈ ഹാള് നമുക്ക് കൃത്യസമയത്ത് ഒഴിവായി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം വലിച്ചിടും. അതുകൊണ്ട് കറക്റ്റ് 2:30 പ്രോഗ്രാം തുടങ്ങണം. അതുകൊണ്ട് ലീഡ്സ് റീജിയനിൽ നിന്നുള്ളവർ 2:30 സ്റ്റേജ് റെഡിയാകണം. അതുകൊണ്ട് ലീഡ്സ് റീജിയനിലുള്ളവർ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുക. നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ പെരുമാറാതെ ദയവ് ചെയ്ത് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ വെറുതെ നിന്ന് വിഷമിക്കത്തുള്ളൂ. അവിടെ അങ്ങേയറ്റത്തൊരു 3 ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് വൈദികർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ആരും കൈവശപ്പെടുത്തരുത്. ഒരു 3 ടേബിള് ഇതിൻ്റെ അങ്ങേ കോർണറിൽ ഇട്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി റിസർവ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെയുള്ള റൗണ്ട് ടേബിളിൽ വെച്ച് ഇരിക്കാൻ പറ്റത്തില്ല, നിന്നുകൊണ്ട് കഴിക്കാം. പിന്നെ നിങ്ങളുടെ സീറ്റുകളിൽ വന്ന് കഴിക്കാവുന്നതാണ്. ഇനി ഇതിൽ ലീഡ്സ് റീജിയനിൽ നിന്നുള്ളവർ ഫുഡ് കഴിക്കാൻ പോയോ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് പോയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും പോകാതെ ഉണ്ടോ? ലീഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആരുടെ പ്രോഗ്രാം?